എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ ഗൈസ്, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗെയിമിനെ പറ്റി വല്ല സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ്, ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുകയാണ് താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്, പക്ഷെ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ആണ്. ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ടീമിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ പ്രൊമോഷൻ ചെയ്യുക. പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ്, ചീപ്പ്, കണ്ണാടി എന്നിവ പോലുള്ള പ്രൊമോഷനാണെങ്കിൽ കുഴപ്പമില്ലെന്ന് നോക്കാം. ഇത് പക്ഷേ പുതിയ പരിപാടിയാണ്. അത് കൂടുതൽ പൈസ, കുറച്ച് ടൈം. അതാണ് ഇവരുടെ പുതിയ പരിപാടി. നമ്മുടെ ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ പരിചയപ്പെടുത്തുക, അതിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ് പുതിയ പരിപാടി. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ. അവർ കുടുംബം മൊത്തത്തിൽ ഈ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് വെറുതെ പ്രൊമോഷൻ മാത്രമല്ല, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് ആളുകളെ വരുത്തിച്ച് അവരെ കൊണ്ട് ഇങ്ങനെ ഗെയിം കളിക്കാൻ പ്രേരിപ്പിച്ച് പൈസ ഇടിയിപ്പിച്ച് എന്നിട്ടോ അവസാനം പറയും നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെ കളിക്കണേ മക്കളെ എന്നുള്ളൊരു ഉപദേശവും കൂടെ കൊടുത്തിട്ടുള്ള പരിപാടി. നല്ല പൈസ ഇതിലൂടെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഗെയിം കളിച്ചിട്ടുണ്ടാക്കുന്ന കാര്യമല്ല, പ്രൊമോഷനിലൂടെ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും കളിപ്പിക്കാനും ഒക്കെ നിൽക്കുമല്ലോ. വെറുതെ 10 മിനിറ്റുള്ള ഒരു വീഡിയോയിൽ 2 മിനിറ്റ് പ്രൊമോഷൻ ചെയ്ത് വിടുന്നതല്ല ഈ പരിപാടി. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് മക്കളെ കളിച്ച് നേട്, എന്നിട്ട് അവസാനം പറയും നമ്മുടെ സ്വന്തം റിസ്ക് കളിക്കണേ, പൈസ എല്ലാം പോകുന്ന പരിപാടിയാണ് എന്നുള്ള പരിപാടി. അപ്പോൾ ഇതൊരു ഫാമിലി ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ സുജിനും കുഞ്ചും കൂടി പുതിയ ഉഡായിപ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഗെയിം കളിച്ചവർക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കി. അത് നമുക്ക് മാത്രം ഉണ്ടായാൽ പോരല്ലോ, നിങ്ങൾക്കും കൂടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു മനസ്സിൻ്റെ വിശാലത നിങ്ങൾ കാണാതെ പോകരുത്. അതായത് നാട്ടുകാരെ എല്ലാം പണക്കാരാക്കിയിട്ടേ ഇവർ നിർത്തുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള വേറൊരു ഫാമിലിയാണ് വയനാടൻ ഫാമിലി. ഇവരും ഇതേ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ടീം, അതായത് ഈ ഗെയിമിംഗ് ആപ്പിൻ്റെ ടീം നല്ലോണം പൈസ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ 1000 2000 എന്താ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ആദ്യം 1000 കൊടുക്കും, 2000 കൊടുക്കും, 3000 കൊടുക്കും. പിന്നെ ഇങ്ങനെ പൈസ കൂട്ടി കുറച്ച് എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ റിട്ടേൺ ആണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. എന്തോ 1000 കൊടുത്തിട്ടുണ്ടെങ്കിൽ 2000 ആദ്യം കൊടുക്കും. 2000 കൊടുത്താൽ പിന്നെ 4000 കിട്ടും. അങ്ങനെ പോയി അവസാനം എന്ത് ചെയ്യും? ആക്രാന്തം മൂത്ത നമ്മളെന്ത് ചെയ്യും? ഒരു 50,000, 1 ലക്ഷം, 2 ലക്ഷമൊക്കെ ഇടും. അപ്പോഴത്തേക്കും ഈ സാധനവും പൂട്ടി ഒറ്റ പോക്ക് പോകും. അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം കൈമലർത്തും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പറയും നിങ്ങളോട് ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇത് പൈസ വെച്ചിട്ടുള്ള പരിപാടിയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന്. അപ്പം ഈ പൈസ ഇട്ടവരെന്ത് ചെയ്യും? എവിടെയെങ്കിലും കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ പൈസ ആയിരിക്കും. അപ്പോൾ ഇത് പൈസ കൊടുക്കാൻ വയ്യാണ്ട് അവർ കടക്കണിയിൽപ്പെട്ട് വല്ല ആത്മഹത്യയും ചെയ്യും. ഇത് ഒരുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നും പറഞ്ഞ് നടക്കുന്ന ഇവരെല്ലാം ഇതേപോലുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പോഴാണ് പുച്ഛം തോന്നുന്നത്. ഇവനെന്ത് ഒരു 1 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് മറ്റുണ്ട്. ഇത്രയും ആളുകളെ പറ്റിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഇവർക്കൊക്കെ ഉള്ളൂ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, അത്ര തന്നെ. വന്നപ്പോഴത്തേനും ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് അൻഷാദൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവർക്ക് ഇപ്പോൾ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. അപ്പോൾ ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ടം നിൽക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അപമാനിച്ചു ഗേസ്. പിന്നെ ഞാൻ ഓർത്തു അവന് വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയായിരുന്നു എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടയ്ക്ക് വാങ്ങിയത് നമുക്കൊന്ന് നിങ്ങൾ എൻ്റെ പ്രൊഫൈലിൽ കയറുകയാണെങ്കിൽ ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിലും ടച്ച് ചെയ്തിട്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സംഭവം അവിടെ കൊണ്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കത് ഇങ്ങനെ വരും, അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക, അതൊന്ന് ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വിൻഗോ എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊരു ശുഷ്കാന്തിയാണെന്ന് നോക്കിയേ. നാട്ടുകാർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ എന്തൊരു ശുഷ്കാന്തി. ഇവർ ശരിക്കും പറഞ്ഞാൽ നന്മമരം എന്ന് വിളിക്കണം. ഇവർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല വിളിക്കേണ്ടത്, നന്മമരം. ഇത് അധികം നാളും പോകുന്ന ഒരു ലക്ഷണമൊന്നുമില്ല. ഇതിങ്ങനെ കുറച്ച് നാളിങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഏതെങ്കിലും ആർക്കിട്ടെങ്കിലും പണി കിട്ടും. പണി കിട്ടിക്കഴിയുമ്പം നേരെ ഇത് പ്രൊമോട്ട് ചെയ്ത് എല്ലാവർക്കിട്ടും പണി കിട്ടും. അപ്പം ഈ മല്ലു ഫാമിലി ആണെങ്കിലും വയനാടൻ ഫാമിലി ആണെങ്കിലും തെക്കൻ ഫാമിലി ആണെങ്കിലും വടക്കൻ ഫാമിലി ആണെങ്കിലും സഞ്ജുട്ടയ്ക്കാണ് ഇത് തന്നെ ഇപ്പം സ്ഥിരം ഇത് തന്നെ പരിപാടി. കാരണം യൂട്യൂബിൽ വ്യൂസ് പറഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാം ഇറങ്ങിയിരിക്കുകയാണ്.
ഗെയിം കളിപ്പിച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. രണ്ട് തരം ആൾക്കാരാണ് ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പിൻ്റെ ചതിക്കുഴിയിൽ വീഴുന്നത്. ഒന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് പൈസയെല്ലാം ഉണ്ട് കയ്യിൽ, അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസ കുറച്ചൊന്ന് ഇരട്ടിപ്പിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി പൈസ ഉണ്ടാക്കണം എന്ന് മോഹിച്ച് വരുന്നവർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് തീരെ പൈസ ഇല്ലാത്തവർ, അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നിന്ന് കടമെല്ലാം മേടിച്ച് ഇതെങ്ങനെ ഇട്ടിട്ട് കുറച്ച് നേരം കളിച്ചിട്ട് കുറച്ച് പൈസ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്നവർ. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് ശരിക്കും പറഞ്ഞാൽ പെട്ടുപോകുന്നത്. അതായത് കയ്യിലില്ലാത്ത പൈസ മറ്റുള്ളവരുടെ നിന്ന് കടം മേടിച്ച് അതിങ്ങനെ ഒരു 1000 ഇടുമ്പം 2000 കിട്ടുന്നു. കൊള്ളാലോ, എന്നാൽ പിന്നെ 5000 ഇട്ട് 10000 മേടിക്കാം. ഈ 10000 പേരെല്ലാം കിട്ടിയെന്ന് വിചാരിക്കാം. പിന്നെ അവർ വിചാരിക്കും എന്നാൽ പിന്നെ ഒരു 50000 ഇട്ട് കളയാം, അങ്ങനെയാണ് 1,00,000 കിട്ടുമല്ലോ, അങ്ങനെയാണ് നമ്മുടെ പരിപാടി പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ കടം മേടിച്ച് ഇടുന്നു. അപ്പോഴായിരിക്കും ഈ സാധനവും പൂട്ടിയിട്ട് ഒറ്റ പോക്ക് പോകുന്നത് ഇവന്മാർ. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും പൈസ ഇട്ട് ഗെയിം കളിപ്പിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഗെയിമിംഗ് ആപ്പുകളെല്ലാം ശ്രമിക്കുമെന്നുള്ളത്? അവർക്കെന്താ വല്ല വട്ടുമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് തന്നെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇത് അവർ ചെയ്തോട്ട്, അതായത് ആപ്പുകാർ ചെയ്തോട്ട്. പക്ഷേ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആരാണ്? 10 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഇവരെ പോലുള്ളവർ. എന്തോന്നിട ഇതെല്ലാം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെ ശാപം ഏറ്റുവാങ്ങി അവരുടെ കണ്ണീര് കണ്ടിട്ടെല്ലാം തിന്നിട്ടുണ്ടെങ്കിൽ പിടിക്കുമോ? എല്ലേൽ പിടിക്കുമോ? അല്ലെങ്കിൽ തടിയേൽ പിടിക്കുമോ? ഇങ്ങനെ തന്നെയല്ലേ പല പല ഉടായ്പ് കാണിച്ച് തന്നെയല്ലേ ഇവരെല്ലാം ഇത്രയും വളർന്നതല്ലേ. അപ്പോൾ പിന്നെ ഇവർക്ക് ഇതൊന്നും ഒരു വലിയ പുത്തരി ആയിരിക്കില്ല. എങ്ങനെയെങ്കിലും 10 പൈസ ഉണ്ടാക്കുക. കാരണം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ കുറച്ച് വ്യൂസ് എല്ലാം കുറവാണ്, അതുകൊണ്ട് കുറച്ച് പൈസ കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പ്രൊമോഷനിലാണ് ഇവർ കയറി പിടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനോടാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവരുടെ ഈ പരസ്യം കാണാൻ വേണ്ടിയിട്ടാണോ ശരിക്കും നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്നത്? കാരണം ഏതൊരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും 10 മിനിറ്റുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ 2 മിനിറ്റ് പരസ്യത്തിന് പോകും. പരസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ്, ചീപ്പ്, കണ്ണാടി, വസ്ത്രങ്ങളൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന് വിചാരിക്കാം. ഇത് ഇമാതിരി ഗെയിമിംഗ് ആപ്പ്, ഇതിൽ പലരും വിട്ടുപോകും. ഇപ്പം 1 ലക്ഷം പേരെടുക്കുകയാണെങ്കിൽ അതിൽ ചിലപ്പം 99,000 പേരും ചിലപ്പം ഇതെല്ലാം ഫേക്കാണ് അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചാടാതിരിക്കും. പക്ഷേ പോയിട്ടുള്ള ബാക്കിയുള്ളവർ ഇത് കൊള്ളാലോ, ഇവർ പറയുന്നതല്ലേ, നമ്മുടെ കാട്ടനാ എന്താ സുജിന, അവൻ പറയുന്നതല്ലേ, അവൻ പറയുന്നതാണെങ്കിൽ സത്യമായിരിക്കും എന്ന് വിചാരിച്ച് പോയി ചാടും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഗെയിമിംഗ് ആപ്പുകാർ ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ പിടിക്കുന്നത് തന്നെ. അവർക്കൊരു 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം രൂപയെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്തും പറയും, എന്തും ചെയ്യും. കണ്ടില്ലേ, ഇത് തന്നെ കണ്ടില്ലേ, എന്താ ഒരു അഭിനയം. കുഞ്ചുമോള് മാല മേടിക്കുന്നു, ടാട്ടന് കൊണ്ടുപോയി കൊടുക്കുന്നു, അത് ഗെയിം കളിച്ചിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നു. എന്നിട്ട് പല വീഡിയോയിലും പറയുന്നുണ്ട് ഈ മാല പണ്ടേ സുജിൻ്റെ കഴുത്തിലുള്ളതാണ്. അഭിനയകലയുടെ പുതിയ അവതാരങ്ങളാണ് ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വയനാടൻ വ്ളോഗേഴ്സിനെ കണ്ടു. പിന്നെ സഞ്ജു ടെക്കി, ഞാൻ നേരത്തെ പറഞ്ഞാണ് സഞ്ജു ടെക്കി ഇപ്പം ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൽ ഇപ്പം യൂട്യൂബിൽ ഇങ്ങനെയുള്ള പ്രൊമോഷൻസ് കുറഞ്ഞിട്ടുണ്ട്. കാരണം കുറച്ച് യൂട്യൂബേഴ്സിന് പണി കിട്ടിയിട്ടുണ്ട്. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള പ്രൊമോഷൻ ചെയ്യുന്നവരുടെ ചാനൽ തന്നെ അടിച്ചു പോയിട്ടുള്ള കേസുണ്ട്. നമ്മുടെ ഡ്രീം റൈഡറൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവന്മാരെല്ലാം ഈ യൂട്യൂബിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് കുറച്ച് പണി കിട്ടിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ നിക് വ്ളോഗ്സ് വരെ നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്. പക്ഷേ നിക് വ്ളോഗ്സ് വരെ ഇങ്ങനെയുള്ള ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ആ പൈസ കൊണ്ട് വേറൊരാളെ സഹായിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം, ഇതൊക്കെ സ്വയം തോന്നി തിരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും സുജിൻ പൊന്നൂസിനും നമ്മുടെ വയനാടൻ വ്ളോഗിനൊക്കെ അധികം താമസിക്കാണ്ട് തന്നെ ചെറിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വീട്ടിലെത്തും. അപ്പം അതുവരെ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ ഇതേപോലെ എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെല്ലാം വന്ന് പച്ച ചീത്ത തന്നെ വിളിക്കുന്നുണ്ട്. അതെല്ലാം ആലോചിക്കുന്നത് എൻ്റെ ഒരു സംശയം അതല്ല, ഒരു പ്രൊമോഷൻ കിട്ടി അത് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ആളെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വരാൻ തുടങ്ങി. അപ്പം ഇതിൽ ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോഴും ഇവർക്ക് നല്ല എമൗണ്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ ഒന്നും ഇത്രയും കഷ്ടപ്പെട്ട് ഇറങ്ങൂല. കൊള്ളാം മക്കളെ, എന്തായാലും മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് നിങ്ങൾ തിന്ന് തടിയെല്ലാം കൂടെ കൊഴുപ്പിക്കും. ഓക്കെ.